ഫ്രണ്ട്സ്, ഇത് നമ്മൾ ചെയ്യുന്ന മുട്ടത്തോട് കൊണ്ടുള്ളൊരു ക്രാഫ്റ്റ് ഐറ്റമാണ്. അത് ഒരു മാൻകുട്ടിയെ നമ്മൾ ചെയ്യുന്നത്. അത് വളരെ എളുപ്പത്തിലാണ് ചെയ്യുന്നത്. നമ്മൾ വെറും ക്ലേയോ അല്ലെങ്കിൽ വൈറ്റ് സിമൻറ്റോ ഒന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചെയ്യാൻ വളരെ സിമ്പിളായിട്ടാണ്. പൊട്ടിച്ചിട്ട മുട്ടത്തോടുകൾ കുറേ എൻ്റെ കയ്യിൽ ശേഖരിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അത് വെച്ച് ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ചെയ്യാം. ഒരു ഷേപ്പ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അത് ഒരു ബോഡിയുടെ ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് ടിഷ്യൂ പേപ്പർ, വെറും ഫെവിക്കോൾ മാത്രം യൂസ് ചെയ്താൽ മതി. കുറേ ഐറ്റംസുകൾ നമുക്ക് തന്നെ അത് കണ്ടുപിടിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിലാണ്. പകുതി പൊട്ടിച്ചിട്ട മുട്ടത്തോടുകൾ എല്ലാം കൂടി ചേർത്ത് വെച്ച് ഒരു ബോഡിയുടെ ഷേപ്പ് ആക്കി എടുക്കുകയാണ്. ഒരു മാൻകുട്ടിയാണ്. അപ്പം മാൻകുട്ടിയുടെ ഒരു ഷേപ്പ് നമുക്കറിയാം. ഒരു ഇരിക്കുന്ന മാൻകുട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വയറും ആ ഒരു ഷേപ്പ് മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ ആ ഒരു മുട്ടത്തോടുകളെല്ലാം പൊട്ടിച്ചിട്ടതെല്ലാം കൂടി അടുക്കി പറക്കി വെച്ച് അതും B7000 എന്നുള്ളൊരു ഗം കൊണ്ട് വേണം അത് ഒട്ടിച്ചെടുക്കാനായിട്ട്. കാരണം മുട്ടത്തോടായതുകൊണ്ടാണ്. അതിന് ശേഷമാണ് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ വെച്ച് ഒരു 7-8 ടിഷ്യൂ പേപ്പറെങ്കിലും വെച്ച് നമ്മളത് കവർ ചെയ്ത് വെച്ചാൽ മാത്രമേ ആ കളർ ചെയ്യുമ്പോഴത്തേ ആ കളർ അതിൽ പിടിച്ചെടുക്കാനും അതുപോലെ ആ ഒരു പേപ്പർ ഇളകി പോകാതിരിക്കാനും പറ്റത്തുള്ളൂ. വെറും ഫെവിക്കോൾ വെച്ചാണ് നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള പാഴ്വസ്തുക്കളിൽ നിന്നും മനോഹരമായിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസുകൾ ഒരുപാട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ മുട്ടത്തോടുകളെല്ലാം ഞാൻ അതുകൊണ്ട് ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. ഓരോന്നായിട്ട് പരീക്ഷിച്ച് നോക്കുന്നതാണ്. കണ്ടില്ല, ഒരു ഐറ്റം നമ്മൾ അതിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇതതിൻ്റെ അതിൻ്റെ ഒരു തലയുടെ ഷേപ്പ് നമുക്കറിയാം. ഒരു ഓവലല്ല, ഒരു മുട്ടിൻ്റെ ഷേപ്പ്, ഒരു എതളിൻ്റെ ഷേപ്പായിരിക്കും. അപ്പോൾ ആ ഒരു ടിഷ്യൂ പേപ്പർ രണ്ടായിട്ട് മടക്കി ആ ഒരു എതളിൻ്റെ ഷേപ്പ് ആക്കി വെച്ചതിന് ശേഷം പിന്നെ ആ ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അത് കവർ ചെയ്ത് നമ്മൾ അതേ ഷേപ്പാക്കി എടുക്കുകയാണ്. ഒടിച്ചു അതെല്ലാം കൂടി ചുരുട്ടി കൂട്ടി മടക്കി ആദ്യമേ ആ ഒരു ഷേപ്പാക്കി എടുക്കും. ആ ഷേപ്പാക്കി എടുത്തതിന് ശേഷം പിന്നെ ഫെവിക്കോൾ വെച്ച് 2-3 പ്രാവശ്യം അതെല്ലാം നീറ്റായിട്ട് കവർ ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ഷേപ്പായി കഴിഞ്ഞ് ആ ബോഡി ഷേപ്പും അതുപോലെ തന്നെ ആ ഫേസിൻ്റെ ഷേപ്പും നമുക്കതിൽ ആക്കിയെടുക്കാം. വളരെ സിമ്പിൾ എന്നുവെച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നമുക്ക് ആ ബോഡിയുടെ ഷേപ്പ് ആ മുട്ടത്തോടിൽ നിന്നും ശരിയായി കഴിഞ്ഞാൽ പിന്നെ വേറൊന്ന് ഈ ഒരു ബോഡിയുടെ ഷേപ്പ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ മുയലിനെയും ശരിയാക്കാം, അതുപോലെ തന്നെ പൂച്ചക്കുട്ടിയെയും ശരിയാക്കാം. ഒരു ഷേപ്പ് വെച്ച് നമുക്ക് എല്ലാം ആ ഒരു ബോഡിയുടെ ഷേപ്പ് മാത്രം നമുക്ക് കറക്റ്റാക്കി കിട്ടിയാൽ മതി. അതിലോട്ട് നമുക്ക് ഹെഡ് ടിഷ്യൂ പേപ്പർ വെച്ച് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അതിൻ്റെ ഒരു കാലിന് വേണ്ടിയിട്ടാണ് മോൻ എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഉണ്ടല്ലേ, ആ ഒരു കാലിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ട് വെറുതെ അതിനെ വളച്ചെടുത്ത് വെച്ചതേ ഉള്ളൂ. നമ്മൾ ഓരോന്നും ആകാംക്ഷയോടുകൂടി നമ്മൾ ഓരോന്നും ചെയ്ത് നോക്കി എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഒരു സന്തോഷം നമുക്ക് കാണും. ഇതെങ്ങനെ ചെയ്തെടുക്കാം, ആദ്യമേ ആ ഒരു പിക്ചർ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് അതിനെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ആ കാല് മടക്കി ഫ്രണ്ടിലോട്ട് വെറുതെ ടിഷ്യൂ പേപ്പറിൻ്റെ അകത്ത് ഫെവിക്കോൾ തേച്ച് നീളത്തിൽ ചുരുട്ടി മടക്കി വെച്ചിട്ടേ ഉള്ളൂ. അതേപോലെ തന്നെ ബാക്കിൽ 2 കാലും ഉണ്ടല്ലോ, ആ സൈഡിൽ ഉണ്ട്. അത് നമുക്ക് നല്ലതുപോലെ നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആ കഴുത്ത് ഒട്ടിച്ചിരിക്കുന്ന ഭാഗത്ത് ഒരു ഷീറ്റ് ഇതുകൊണ്ട് നമ്മളത് കവർ ചെയ്ത് ഒട്ടിച്ചങ്ങ് എടുക്കുക. എല്ലാം ഫെവിക്കോൾ മാത്രമേ ബാക്കിയെല്ലാം കവർ ചെയ്ത് നമ്മളെടുക്കും. ഇനി ആ ഒരു ഉണ്ടല്ലേ, ആ ഒരു ചെവിക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് 2 ഭാഗത്തോട്ട് വെച്ചപ്പോൾ മനോഹരമായിട്ട് നല്ല ക്യൂട്ട് ആയിട്ട് നമുക്ക് കിട്ടി. അതിന് നമ്മൾ കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് പല ഷേപ്പുകളും നമുക്ക് ഇതിൽ നിന്ന് ആ ബോഡിയുടെ ഷേപ്പ് കിട്ടാമെങ്കിൽ പല ഷേപ്പുകളും നമുക്ക് ചെയ്തെടുക്കാം. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ടിഷ്യൂ പേപ്പറാണെന്നോ മുട്ടത്തോടാണെന്നോ പറയാൻ പറ്റത്തില്ല. മോന് ഭയങ്കര കൗതുകമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പം. എൻ്റെ അടുത്ത് വന്നിരുന്ന് ഓരോന്ന് എടുത്ത് തരാനും എടുക്കാനും വന്നിരിക്കും. ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് അതുപോലെ ആ ഷേപ്പ് നമുക്ക് ആക്കിയെടുക്കാം. ഷേപ്പാക്കി ബാക്കിൽ ആ ഒരു ലെഗും
അതേപോലെ തന്നെ ലഗെന്ന് വെച്ചാൽ ഇത് ചുമ്മാ നമ്മളത് മടക്കി ചുരുട്ടി ഒട്ടിച്ചെടുക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ ലെയറായിട്ട് ഇത് ഒട്ടിച്ചെടുക്കുകയാണ്. കാലിനാണെങ്കിൽ ഉണ്ടോ, അത് അവൻ അതിൻ്റെ ആ ചുരുട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവൻ്റെ കൈ കൊടുത്താൽ ചുരുട്ടി തരും, ഫെവിക്കോൾ ഒട്ടിച്ച് തരാറുണ്ട്. ഇതിലോട്ട് ചെറുതായിട്ട് ഞാൻ ഇൻവോൾവ് ചെയ്യാൻ അവൻ ചെയ്യും, എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരും. ഫുള്ളി അല്ല എങ്കിൽ തന്നെയും ഒരു കൈ സഹായമായിട്ട് അവൻ ചെയ്തു തരും. അവനിതൊക്കെ കാണാനും എടുക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഹെൽപ്പായിട്ട് അവൻ ചെയ്തിരിക്കും. ഞാൻ ഒരു ലെഗിൻ്റെതാണ്, അത് ഇതുപോലെ വെറുതെ മടക്കി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. വെറുതെ മടക്കി ഫെവിക്കോളും ചേർത്ത് അത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കാലും രണ്ടായിട്ട് മടക്കി നീളത്തിലാക്കിയതിന് ശേഷം അത് രണ്ടായിട്ട് മടക്കി സിമ്പിളായിട്ട് രണ്ടായിട്ട് മടക്കി ഒട്ടിച്ച് എടുക്കുകയാണ് ചെയ്തുകൊണ്ടില്ലേ. അതിനൊരു ചെറിയ ഒരു വാലും കൂടി വെച്ചിട്ടുണ്ട്. ടെയിലായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെറിയൊരു ടെയിലും ആക്കി വെച്ച് കഴിഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ക്രാഫ്റ്റായി കഴിഞ്ഞിട്ടില്ല. ക്യൂട്ടായിട്ടുള്ളൊരു മാൻകുട്ടി. ഇനി അത് കളർ ചെയ്ത് എടുക്കുന്നതിലാണ് അത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലും ഈ പറഞ്ഞ കണക്ക് മുട്ടത്തോടോ ടിഷ്യൂ പേപ്പറോ ആണെന്നോ നമുക്കത് പറയാനും പറ്റത്തില്ല. അത്രയ്ക്ക് മനോഹരമായിട്ട് ക്യൂട്ടായിട്ടൊരു ആയിട്ട് അത് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റേതായൊരു സന്തോഷം നമ്മളിലുണ്ട്. കാരണം അത്രയും എഫേർട്ട് എടുത്ത് ആണ് അത് എങ്ങനെ ആയിരിക്കുമെന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല. ആ ഒരു മുട്ടത്തോട് എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് ആ മുട്ടത്തോട് ഒട്ടണമെങ്കിൽ B7000 അല്ലെങ്കിൽ ഫെവി ബോണ്ടോ വെച്ച് അത് ഒരുമിച്ച് ഒട്ടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഒട്ടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ കവർ ചെയ്ത് ആ ഷേപ്പ് അനുസരിച്ച് ആണ് ആ ഒരു ടിഷ്യൂ പേപ്പർ അതിൻ്റെ മുകളിൽ വെച്ച് കവർ ചെയ്തെടുക്കുന്നത്. ഇനി അതിൽ കളർ ചെയ്യുകയാണ്. ഇത് അക്ലിക് കളറാണ്. അക്ലിക് കളറിൻ്റെ ക്യൂട്ട്നെസ് അതിലുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും ആ കളർ ചെയ്യാം. അത് ഉണങ്ങി കഴിയുമ്പോൾ ഒരു ചെറിയ നല്ല ഒരു എന്താ പറയുക, നല്ല ഒരു നല്ലൊരു ഗ്ലിറ്റേർഡായിട്ടുള്ള നല്ല തിളക്കത്തോടു കൂടിയുള്ളൊരു കളറിങ്ങാണ്. എത്ര ചെയ്താലും മനോഹരമായിട്ടുള്ളൊരു കളറിങ് അക്ലിക് കളറ്. ഫാബ്രിക് കളറിൻ്റെ കൂടിയതാണ് അക്ലിക് കളർ. നല്ല കളറിങ്ങാണ്. കണ്ടില്ലേ, മനോഹരമായിട്ട് ബാക്കിയെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കളറിങ്ങിലാടിയിരിക്കുന്നത്. ആ ഒരു ഡോട്ട്സൊക്കെ ഇട്ട് മനോഹരമാക്കി അതിമനോഹരമായിട്ടുള്ളൊരു മാൻകുട്ടിയാക്കി എടുക്കും. സിമ്പിളായിട്ട് നമുക്ക് മുട്ടത്തോട് കൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.